അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇപ്പോൾ ഈ ഇൻ എന്നുള്ളത് കാനനോട് കൂടെ വന്നു കഴിഞ്ഞാൽ കാനൻ്റെ ഇസ്തിഖ്ബാലിലേക്ക് കാനൻ്റെ മാന ഇസ്തിഖ്ബാലിലേക്ക് മാറ്റൂല എന്നതാണോ ഇപ്പോൾ മുഴത്തമത്? അവിടെ ഇപ്പോൾ പ്രബലമായ അഭിപ്രായം ഇപ്പോൾ എന്താണ്? കാനൻ്റെ കൂടെ ഇൻ കുൻതും ഫി റൈബി മിമ്മാ നസൽന, ഇവിടെ ആവട്ടെ എവിടെ ആവട്ടെ, കാനയോട് കൂടെ ഇന്ന് വന്നാൽ അങ്ങനെ ഇസ്തിഖ്ബാലിലേക്ക് മാറ്റൂല എന്നൊരു നിയമമുണ്ടോ? അതൊന്ന് പറയും. ഇവിടെ ഇപ്പോൾ മുബറദ് എന്നവരും സജാജ് എന്നവരും നസ്സാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനപ്പോൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് അല്ലേ? അതുതന്നെയാണോ മുഅ്തമദ്? അങ്ങനെ തന്നെയാണോ? ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ടോ? ഈ സജാജ് മുബറദ് എന്നവർ നസ്സാക്കി പറഞ്ഞു എന്നല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ ഇപ്പോൾ ഈ ആയത്തിൽ ഇപ്പോൾ അങ്ങനെ അർത്ഥം പിന്നെ ഇന്നിന് ശേഷം കാനക്ക് മുസ്തഖ്ബലിൻ്റെ മാനിലേക്ക് മാറ്റിക്കൊണ്ട് അർത്ഥം വെച്ചാൽ ഇപ്പോൾ എന്താ പ്രശ്നം വരാൻ പോകുന്നുണ്ടോ? വഇൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിനാ ഫഅ്തു, അങ്ങനെ റൈബിൽ നിങ്ങളാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ കൊണ്ടുവരിക. ഇസ്തിഖ്ബാലിൻ്റെ അർത്ഥം കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ അവിടെ പ്രശ്നം വരാൻ പോകുന്നത്? അങ്ങനെ കൊടുക്കൽ തന്നെയല്ലേ അതിൻ്റെ ഏറ്റവും ലാഹിറും അത് തന്നെയല്ലേ? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന എന്ന ആയത്ത് തൗബീഹ് തസ്വീറിനുക്കും എഹ്തിമാലുണ്ട്, തഗ്ലീബിനുക്കും എഹ്തിമാലുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ വിഷയം ഇന്നിനെ ഉപയോഗിക്കുന്നത് അദമുൽ ജസ്മു ബി ഉഖൂഇ ഷർത്ത്, ഷർത്തിൻ്റെ ഉഖൂ കൊണ്ട് ഉറപ്പില്ലാത്തടത്താണ്. ചിലപ്പോൾ ജസ്മിൻ്റെ മക്കാമിൽ ഉപയോഗിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന വ ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന എന്ന് പറഞ്ഞത്. അവിടെ മുഖാത്തബീങ്ങളിൽ റൈബുണ്ട്, റൈബുള്ളോടത്ത് ഉപയോഗിച്ചു. അപ്പോൾ അവിടെ തൈവീൽ ചെയ്യണം, അദമുൽ ജസ്മാക്കി മാറ്റണം. അപ്പോൾ രണ്ടിനുക്കും എഹ്തിമാലുണ്ട് എന്നാ മുസന്നിഫ് പറഞ്ഞത്. തൗബീഹ് തസ്വീറിനുക്ക് എഹ്തിമാല്, തൗബീഹ് തസ്വീറിനുക്ക് എഹ്തിമാലുണ്ടാകുമ്പോൾ മുഖാത്തബീങ്ങൾ എല്ലാവരും മുർത്താബീങ്ങൾ തന്നെ. പക്ഷേ അവർ മുർത്താബീങ്ങളാന്ന് ഉറപ്പാണ്. അവർക്ക് റൈബുണ്ടെങ്കിലും റൈബ് ഉണ്ടാകേണ്ട ഒരു മക്കാമല്ല ഇവിടെ. കാരണം റൈബ് ഇല്ലാതിരിക്കാനുള്ള എല്ലാ ആയാത്ത് അതില്ലത്തുകൾ ഉണ്ട്. അതുകൊണ്ട് റൈബ് ഒരു മുഹാലിൻ്റെ സ്ഥാനത്താണ്. മുഹാലിൻ്റെ സ്ഥാനത്തായിട്ട് എന്ത് ചെയ്തു? ആ മുഹാലിനെ ഒരു മഷ്കൂക്കിൻ്റെ സ്ഥാനത്തിറക്കി. ഇല്ല എന്നും ഉണ്ട് എന്നും ഉറപ്പില്ലാത്തതിൻ്റെ സ്ഥാനത്തിറക്കിയിട്ട് വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന എന്ന് പറഞ്ഞു. അപ്പോൾ അദമുൽ ജസ്മു വന്നു. മനസ്സിലായില്ലേ? തൗബീഹിൽക്കാവുമ്പോൾ അവിടെ റൈബുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ ആയാത്ത് അതില്ലത്തുകൾ നോക്കുമ്പോൾ റൈബ് ഉണ്ടാകാൻ പാടില്ല. അതാ പറഞ്ഞത്. അതായത് മുർത്താബീങ്ങളോടാണ് ഖിത്താബ്. അവരാണ് റൈബിൻ്റെ മേൽ ആക്ഷേപിക്കപ്പെടുന്നവരും അവരാണ്. ആ റൈബിനെ ഒരു മുഹാലിൻ്റെ സ്ഥാനത്ത് ഇറക്കിയിട്ട് ആ മുഹാലിനെ പിന്നെ എന്തിൻ്റെ സ്ഥാനത്തിറക്കി? റൈബ് ഉണ്ട് എന്നും ഇല്ല എന്നും ഉറപ്പില്ലാത്തതിൻ്റെ സ്ഥാനത്ത് ഇറക്കി. എന്നിട്ട് ഇന്നിനെ ഉപയോഗിച്ചു. അപ്പോൾ മഷ്കൂക്കായി. ഇങ്ങനെ മഷ്കൂക്ക് കൊണ്ട് തൈവീൽ ചെയ്യണം. രണ്ടാം ഇഹ്തിമാൽ പ്രകാരം വഅൻ യകൂന ലിതഗ്ലീബി ഗൈരിൽ മുർത്താബീന അലൽ മുർത്താബീന, മുർത്താബീങ്ങളെക്കാൾ ഗൈർ മുർത്താബിനെ ഗാലിബാക്കിയതിനും ഇഹ്തിമാലുണ്ട് എന്നാ. കാരണം മുഖാത്തബീങ്ങളിൽ മുർത്താബും ഉണ്ട്, ഗൈർ മുർത്താബും ഉണ്ട്. എന്നിട്ടെന്തായി? മുർത്താബീങ്ങളെക്കാൾ ഗൈർ മുർത്താബിനെ ഗാലിബാക്കി. ഗാലിബാക്കുമ്പോൾ അദമുൽ ജസ്മു വരണം. പക്ഷേ ഇവിടെ അദമുൽ ജസ്മു വരുന്നില്ല. അതാണ് ഇഷ്കാല്.
മുർത്താബും വൈറു മുർത്താബും ഉണ്ടല്ലോ. വൈകുന്തും ഫി റൈബിൻ എന്ന മുഖാത്തബീങ്ങളിൽ മുർത്താബീങ്ങളുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ജസ്മിൻ്റെ മക്കാമിൽ ഇന്നിനെ ഉപയോഗിച്ചു. വൈറു മുർത്താബിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എന്താണ് ഉപയോഗിച്ചത്? അവിടെയും ജസ്മിൻ്റെ മക്കാമിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ രണ്ടും വൈകുന്തും ഫി റൈബീൻ മിമ്മാ നസൽന തഗ്ലീബിനിക്ക് ഇഹ്തിമാലുണ്ട് എന്ന കൗല് പ്രകാരം അവിടെ ഉപയോഗിച്ചത് ഷർത്ത് ഉണ്ട് എന്ന് ഉറപ്പുള്ളോടത്തും ഇല്ല എന്ന് ഉറപ്പില്ലാത്തോടത്തുമാണ്. അപ്പോൾ ഉണ്ട് എന്ന് ഉറപ്പ് ഉള്ള ആ ശിക്കിനെ ഇല്ല എന്ന് ഉറപ്പുള്ളതിൽ ഉൾപ്പെടുത്തി. അതായത് മുർത്താബിനെ വൈറു മുർത്താബിൽ ഉൾപ്പെടുത്തി ആർക്കും റൈബില്ലാന്നാക്കി. അപ്പം എന്തായി? ഷർത്തിൻ്റെ ലാവുക്കു കൊണ്ട് ഉറപ്പായി. അപ്പോൾ ഷർത്തിൻ്റെ ഉക്കു കൊണ്ട് ഉറപ്പുള്ളതിൽ നിന്ന് തഗ്ലീബാക്കിയപ്പോൾ കിട്ടിയതെന്താണ്? ഷർത്തിൻ്റെ ലാവുക്കു കൊണ്ട് ഉറപ്പുള്ളോടത്തേക്ക് നീങ്ങി. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ തഗ്ലീബ് കൊണ്ട് എന്ത് കിട്ടിയില്ല? അദമുൽ ജസ്മ് വന്നില്ല. അൽ ജസ്മു ബി ഉക്കൂ ഷർത്തിൽ നിന്ന് അൽ ജസ്മു ബി ലാ ഉക്കൂ ഷർത്തിലേക്കാണ് നീങ്ങിയത്. അപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ വന്നു എന്നാണ് പറയുന്നത്. അതിനാണ് ഇവിടെ പറഞ്ഞത് എന്ത്? വഹാവുന ബഹ്സുൻ അന്നഹു ഇദാ ജുഇലൽ ജമീഉ ബി മൻസിലത്തി ഗൈറിൽ മുർതാബീന കാന ഷർതു ഖത്ഇയ്യൽ ലാ ഉഖൂഇ ഫലാ യസിഹു ഇസ്തിമാലു ഇൻ ഫീഹി കമാ ഇദാ കാന ഖത്ഇയ്യൽ ഉഖൂഇ ലിഅന്നഹാ ഇന്നമാ തുസ്തമലു ഫിൽ മആനിൽ മുഹ്തമലത്തിൽ മഷ്കൂകത്തി. അപ്പോൾ മഷ്കൂക്കത്തായ ഒരു മുഹ്തമലത്തായ മാന ഇവിടെ വരുന്നില്ല തഗ്ലീബ് കൊണ്ട്. അതിനാണ് പറഞ്ഞത് ബൽ ലാ ബുദ്ദ മിൻ അൻ യുഖാല ലമ്മാ ഖുല്ലിബ സാറൽ ജമീഉ ബി മൻസിലത്തി ഗൈറിൽ മുർതാബീന ഫസാറ ഷർതു ഖത്ഇയ്യൽ ഇൻതിഫായി. എന്നിട്ട് അതിൽ ഇന്നിനെ പെരുമാറി അലാ സബീലിൽ ഫർളി വത്തഖ്ദീരി ലിതബിക്കിത്തി. അപ്പോൾ റൈബ് മുർത്താബിനേക്കാൾ ഗൈറു മുർത്താബിനെ ഗാലിബാക്കിയപ്പോൾ റൈബില്ല എന്നും ഉറപ്പ്. അപ്പോൾ റൈബില്ല എന്നൊരു മുഹാല് പോലെ ആയല്ലോ. അത് സംഗതി റൈബുണ്ട്. ഇനി അതിനെ ഇന്നനെ ഉപയോഗിച്ചതുകൊണ്ട് പറയാണ് റൈബ് ഉണ്ട്. റൈബ് ഉള്ളോടത്തും ഇല്ലാത്തോടത്തും പെരുമാറി ഒന്ന് ഉപയോഗിച്ചു. ഒന്ന് റൈബുണ്ട് എന്ന് ഉറപ്പ്, ഒന്ന് റൈബില്ല എന്ന് ഉറപ്പ്. അപ്പോൾ റൈബ് ഇല്ല എന്ന് ഉറപ്പുള്ളതിൽ റൈബ് ഉണ്ട് എന്ന് ഉറപ്പുള്ളതിനെ ഉൾപ്പെടുത്തിയിട്ട് ആർക്കും റൈബില്ല എന്ന് ഉറപ്പാക്കി. അപ്പോഴും ഇന്നനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അത് മുഹാലിൻ്റെ സ്ഥാനത്തായിപ്പോൾ. എന്നിട്ട് മുഹാല് അഥവാ ഈ റൈബ് ഉണ്ടാകുകയാണെന്ന് സങ്കല്പിച്ചാൽ അപ്പം എന്തായി? ഇസ്തിക്ബാലിൻ്റെ മാന വന്നു. അപ്പോൾ ഇന്നനെ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. 4 മിനിറ്റും 2 സെക്കൻഡും എന്ന ക്ലിപ്പിൽ ഷർത്ത് ഇല്ല എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞത് ഷർത്ത് ഇല്ല എന്ന് ഉറപ്പുണ്ട് എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ലൈസൽ മഅന ഹാഉന അലാ ഹുദൂസിൽ ഇർതിയാബി ഫിൽ മുസ്തഖ്ബിലി എന്ന് പറഞ്ഞത്. അവിടെയാണ് നമ്മൾ ഉസ്താദിൻ്റെ സംശയം. അതെന്താണ്? അതായത് വൈകുന്തും ഫി റൈബിൻ മിമ്മാ നസൽന അലാ അബ്ദിന എന്ന് പറഞ്ഞത് മുർത്താബിനെ ഗൈറു മുർത്താബാക്കിയപ്പോൾ എല്ലാവരും ഗൈറു മുർത്താബീങ്ങളായല്ലോ. അപ്പോൾ സംശയമില്ലാത്തവരായി. ഇനി അഥവാ ഇസ്തിക്ബാലിൽ സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആർക്കും സംശയമില്ല. ഇനി ഇസ്തിക്ബാലിൽ സംശയം ഉണ്ടാവുകയാണെങ്കിൽ എന്ന മാന വെച്ചാൽ പോരെ എന്നാണ് ചോദ്യം. അത് പറ്റൂല. കാരണം ഇന്ന് കാനനെ ഇസ്തിക്ബാലിയായ മാനയിലേക്ക് മാറ്റൂല എന്നാണ്. അത് മുബറദ് ഇമാമും സജ്ജാദ് ഇമാമും നസാക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാനന എവിടെ ഉപയോഗിക്കുകയുള്ളൂ? സംഭവം നടന്ന സ്ഥലത്ത്, റൈബ് ഉള്ള സ്ഥലത്തെ കാനന ഉപയോഗിക്കുള്ളൂ. വൈകുന്തും ഫി റൈബിൻ ഇൻകുന്തും മുസ്രിഫീൻ, ഇതൊക്കെ ഇസ്റാഫും റൈബും ഉള്ള സ്ഥലത്താണ് കാനന ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നലെ അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ
ഇസ്തിഖ്ബാലിയ മാന കൊണ്ട് തെയ്വീൽ ചെയ്യും. പക്ഷെ സംഭവം എന്താണ്? എവിടെ ഇത് ഉപയോഗിക്കുള്ളൂ? ഷർത്ത് ഉണ്ടായി എന്ന് ഉറപ്പുള്ള സ്ഥലത്ത്, മാദിയിൽ ഈ ഷർത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലത്തെ കാന ഉപയോഗിക്കുകയുള്ളൂ. കാനൻ അവിടെ പെരുമാറുകയുള്ളൂ ഏത് സ്ഥലത്തും എന്നാണ് ഈ രണ്ട് ഇമാമിങ്ങളുടെ അഭിപ്രായം. ഈ രണ്ട് ഇമാമിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഇങ്കുന്നും ഫി റൈബിൻ മിമ്മാ നസ്സൽന എന്ന് പറഞ്ഞത് ഇപ്പോൾ ആർക്കും സംശയമല്ലല്ലോ. ഇസ്തിഖ്ബാലിൽ സംശയമുണ്ടായാൽ എന്ന് വെച്ചുകൂടെ എന്നാ. അത് പറ്റൂല. കാരണം കാനയെ എന്താക്കുകയില്ല, ഇസ്തിഖ്ബാലിയ മായനയിലേക്ക് മാറ്റൂല. ഇവിടെ സംശയം ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സംശയം ഉള്ളോടത്ത് തന്നെയാണ് ഉപയോഗിച്ചത്. ഭാവിയിൽ സംശയം ഉണ്ടായാൽ എന്നിവിടെ അർത്ഥം വെക്കാൻ പറ്റുമോ? കാരണം മുർത്താബീങ്ങളെ വൈറ് മുർത്താബാക്കിയല്ലോ, അപ്പോൾ ആർക്കും സംശയമില്ല. ഇനി സംശയം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് വെക്കാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം കാനയെ മാലിയിൽ നിന്ന് ഇസ്തിഖ്ബാലിലേക്ക് മാറ്റൂല. ഈ രണ്ട് ഇമാമിങ്ങളുടെ അഭിപ്രായപ്രകാരമാണ്. ഭൂരിപക്ഷം ഇമാമിങ്ങളുടെ ജുംഹൂറിൻ്റെ അഭിപ്രായപ്രകാരം അത് പറ്റും എന്ന് തന്നെയാണ്. അത് ദസൂക്കിയിൽ പറയുന്നുണ്ട്, 2-ാം ജുസ് 51-ാം പേജിൽ പറയുന്നുണ്ടത്. ഈ രണ്ട് ഇമാമിങ്ങളുടെ അഭിപ്രായപ്രകാരം കാനയെ എന്താ ഇസ്തിഖ്ബാലിൻ്റെ മായനയിലേക്ക് മാറ്റൂല. അതുകൊണ്ട് മുർത്താബീങ്ങളെ വൈറു മുർത്താബീങ്ങളാക്കി മാറ്റിയപ്പോൾ ആർക്കും സംശയമില്ലല്ലോ. ഇനി സംശയം ഉണ്ടാവുകയാണെങ്കിൽ എന്നിവിടെ അർത്ഥം വെക്കാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം സംശയം ഉള്ളോടത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ തെയ്വീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതിനെന്ത് ചെയ്യാണ്? തെയ്വീൽ ചെയ്യുകയാണ്. മഷ്കൂക്കിൻ്റെ സ്ഥാനത്ത് മാറ്റുകയാണത്. ഇവിടെ മഷ്കൂക്കിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റുകയല്ലല്ലോ. എല്ലാവരും വൈറു മുർത്താബായി. എല്ലാവരും വൈറു മുർത്താബാകുമ്പോൾ ആർക്കും സംശയമില്ല. അഥവാ ഇനി ഇസ്തിഖ്ബാലിൽ സംശയം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് വെക്കുമ്പോൾ എന്തായി? ഇപ്പോൾ ആർക്കും സംശയമില്ല എന്ന് ഉറപ്പും ഇസ്തിഖ്ബാലിൽ സംശയം ഉണ്ടാകുമോ എന്ന് ശക്കും വന്നു. അങ്ങനത്തോടത്ത് ഈ രണ്ട് ഇമാമിങ്ങളുടെ അഭിപ്രായപ്രകാരം കാനയെ ഉപയോഗിക്കാൻ പറ്റൂല. ഇവിടെ നിന്നല്ല ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റൂല. ഈ രണ്ട് ഇമാമിങ്ങൾ അല്ലാത്തവരുടെ അഭിപ്രായം ജുംഹൂറിൻ്റെ അഭിപ്രായത്തിൽ അത് പറ്റും എന്ന് തന്നെയാണ്. അത് ദസൂക്കി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ മുസ്തഖ്ബിലായ ഫീലിനെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് മാലിയെ ഉപയോഗിക്കൽ സർവ്വസാധാരണയാണ്. അത് കാനയിൽ പറ്റൂല എന്നാണ് ഈ രണ്ട് ഇമാമിങ്ങളുടെ അഭിപ്രായം. അത് ഇന്ന് കടന്നാലും കടന്നിട്ടില്ലെങ്കിലും യക്കൂനു എന്ന സ്ഥാനത്ത്, മുലാരിൻ്റെ സ്ഥാനത്ത് മാലിയെ പറയാൻ പറ്റൂല. കാനയിൽ പറ്റൂല. കാരണം കാന എന്താണ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്ത് സംഭവിച്ചോടത്തേ അത് പറയാൻ പാടുള്ളൂ എന്നാണ് ഈ രണ്ട് ഇമാമിങ്ങളുടെ അഭിപ്രായം. ആ അടിസ്ഥാനത്തിൽ ഇങ്കുന്തും ഫി റൈബിൻ എന്ന് പറഞ്ഞാൽ സംശയം ഉള്ളോടത്ത് തന്നെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇസ്തിഖ്ബാലിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ്. അതാണ് പിന്നീട് സംശയം ഉണ്ടാവുക എന്ന് വെച്ചൂടെ അത് പറ്റൂല എന്ന് പറയാൻ കാരണം. പിന്നെ തഗ്ലീബാക്കിയപ്പോൾ അലൽ ഫർലി വത്തക്ദീരി, അത് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി അങ്ങനെ ആക്കിയതാണ്. സംശയം ഉണ്ടാകാൻ പാടില്ല. സംശയങ്ങൾക്കുണ്ട്, പക്ഷെ ഉണ്ടാകാൻ പാടില്ല. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇസ്തിഖ്ബാലിൻ്റെ മായനയിലേക്ക് മാറ്റുന്നില്ല. അവിടെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ഇവരോട് എന്ത് പറയാണ്? ഉള്ള സംശയത്തിനെ മുഹാലിൻ്റെ സ്ഥാനത്തിറക്കിയിട്ട് ഫർദ് തക്ദീറിൻ്റെ സബീലിൽ കൂടി അവരെ വെല്ലുവിളിക്കുകയാണ്. അവിടെ ഇസ്തിഖ്ബാലിൻ്റെ മായനയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്തിഖ്ബാലിൻ്റെ മായനയിലേക്ക് മാറ്റുന്നില്ല. ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണ്? വൈങ്കുന്നും വി റൈബിൻ. ഈ വിഷയമൊന്നും വേണ്ടല്ലോ. തഗ്ലീബാക്കുമ്പോൾ ആർക്കും സംശയമില്ല.
അന്ന് ഇനി ഭാവിയിൽ സംശയം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് മാന വെച്ചുകൂടെ, ഇസ്തിക്ബാലിൻ്റെ മാന വെച്ചുകൂടെ, അത് പറ്റൂല. ഈ രണ്ട് ഇമാമിങ്ങൾ നെസ്സാക്കി പറഞ്ഞിട്ടുണ്ട് കാനനെ ഇസ്തിക്ബാലിൻ്റെ മായനയിലേക്ക് മാറ്റൂല എന്ന്. ഈ രണ്ട് ഇമാമിങ്ങൾ അല്ലാത്തവരുടെ അഭിപ്രായത്തിൽ അത് പറ്റും എന്ന് തന്നെയാണ് ദസൂക്കി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എവിടെ? വസ്സഹീഹു അന്ന കാനൽ വാക്കിയത്ത ബഅദ ഇരി ശർത്തിയത്തി ബി മൻസിലത്തി ഗൈരിഹ മിനൽ അഫ്ആലിൽ മാദിയത്തി കമാ ഹുവ മദ്ഹബുൽ ജുംഹൂർ. ജുംഹൂറിൻ്റെ മദ്ഹബും അങ്ങനെയാണ്. കാനയും കാന അല്ലാത്തതെല്ലാം സമമാണ്. ഏത് ഷർത്തിയ ഇന്നിൻ്റെ ശേഷം വന്ന ഫീലുകളെല്ലാം, കാനയും ഷർത്തിയായ ഇന്നിൻ്റെ ശേഷം വന്ന ഫീലുകൾ കാനയും കാന അല്ലാത്തതും ഇസ്തിക്ബാലിൻ്റെ മഅനയിലേക്ക് മാറ്റും എന്നാണ് ഭൂരിപക്ഷക്കാരുടെ അഭിപ്രായം. കാരണം ഇന്ന് ഇസ്തിക്ബാലിലേക്കുള്ളത് കൊണ്ട് ഇവിടെ ഇന്ന് കാനനെ ഇസ്തിക്ബാലിൻ്റെ മഅനയിലേക്ക് മാറ്റൂല. കാനക്ക് മാദിയ സമാനിൽ ദലാലത്ത് കുവ്വത്തുണ്ടായത് കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുപോലെ ഉസ്താദെ, ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഇന്ന് ഷെക്കിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആരുടെ ഷെക്കാണ് ശരിക്കും പരിഗണിക്കേണ്ടത്? മുത്തക്കല്ലിമിൻ്റെ ഷെക്കാണല്ലോ. ഇവിടെ മുഖാത്തബീങ്ങൾ മുർത്താബീങ്ങളാണ് എന്നുള്ളത് ശരിക്കും അവിടെ ഇപ്പോൾ വൈകുണ്ടും ഫി റൈബ് എന്ന പദം വന്നത് കൊണ്ട് വന്നൊരർത്ഥമാണല്ലോ. യഥാർത്ഥത്തിൽ ഈ മുത്തക്കല്ലിമ് ഈ ഷർത്തിൽ പറയുന്ന വിഷയം, ഷർത്തിയായ ഖളിയയിൽ പറയുന്ന ആ വിഷയത്തെക്കുറിച്ച് മുത്തക്കല്ലിമിന് അതുണ്ടാവുമല്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്ന സമയത്ത് ഇന്ന് പ്രയോഗിക്കുമെന്നാണല്ലോ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആകെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ ഈ മുഖാത്തബീങ്ങളുടെ വിഷയത്തേക്കാണല്ലോ ഇത് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ മുഖാത്തബീങ്ങളെ നോക്കിയിട്ടാണോ ഇന്നിൻ്റെ പ്രയോഗം വരുന്നത്, അതോ ഈ പറയുന്ന മുത്തക്കല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ബാക്കിയാവുമല്ലേ എന്നതിലേക്ക് നോക്കിയിട്ടാണോ? അതും കൂടി ഒന്ന് വിശദീകരിക്കും. ഇവിടെ റൈബ് മുഖാത്തബീങ്ങൾക്കുണ്ട് എന്ന് മുത്തക്കല്ലിമിനും ഉറപ്പാണ്, മുഖാത്തബീങ്ങൾക്കും ഉറപ്പാണ്. അങ്ങനെയാണുള്ള വാക്യത്തിൽ ഉള്ളത്, നഫ്സുൽ അംറിൽ അങ്ങനെയാണ് ഉള്ളത്. പിന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ? ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഒക്കത്തുസ്തമലു ഇൻ ഫി മക്കാമിൽ ജസ്മി തജാഹുലൻ. അവിടെ മുത്തക്കല്ലിമ് തന്നെ ജഹ്ല് നടിക്കുകയാണ്. അവിടെ ഉറപ്പുള്ളവർ തന്നെയാണ്, അവിടെ മുത്തക്കല്ലിമ് ജഹ്ല് നടിച്ചു. ഔലി അദമി ജസ്മിൽ മുഖാത്തബിന് ഉറപ്പില്ലാത്തതിന് വേണ്ടി. അങ്ങനെയും എന്തുണ്ട്? അവിടെ മുത്തക്കല്ലിമിന് ഉറപ്പാണ്, മുഖാത്തബിന് ഉറപ്പില്ല. അപ്പോൾ ഒരു അദമുൽ ജസ്മ് അവിടെ ഉണ്ട്. ആ നിലക്കാണ് അവിടെ ഉപയോഗിച്ചത്. സംഗതി യഥാർത്ഥത്തിൽ ഇന്നിനെ ഉപയോഗിക്കേണ്ടത് മുത്തക്കല്ലിമിന് ഉറപ്പ് ഇല്ലാത്തോടത്ത്, ഇത എന്ന കലിമത്തിന് ഉപയോഗിക്കേണ്ടത് മുത്തക്കല്ലിമിന് ഉറപ്പ് ഉള്ളോടത്ത്. അസ്ല് അതാണ്. പിന്നെ ജസ്മിൻ്റെ മക്കാമിൽ ഉപയോഗിക്കും തജാഹുലൻ, മുത്തക്കല്ലിമ് ജഹ്ല് നടിക്കുക. അതായത് ഉറപ്പുള്ള ഷർത്തിൻ്റെ കൊണ്ട് ഉറപ്പുള്ളവൻ ഉറപ്പില്ലാത്ത മാതിരി അഭിനയിക്കുക. അല്ലെങ്കിൽ മുഖാത്തബിന് ഉറപ്പില്ലാത്തതിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ എന്താണ്? ഔ തൻസീലിഹി മൻസിലത്തൽ ജാഹിലീൻ. മുത്തക്കല്ലിമിനും ഉറപ്പാണ്, മുഖാത്തബിനും ഉറപ്പാണ്. പക്ഷേ മുഖാത്തബിനെ ജാഹിലിൻ്റെ സ്ഥാനത്ത് ഇറക്കി. ഇനി അവിടെ എന്ത് ചെയ്യാം? മുത്തക്കല്ലിമിനും ജാഹിലിൻ്റെ സ്ഥാനത്ത് ഇറങ്ങാം. അങ്ങനെയൊക്കെ ഒരു അദമുൽ ജസ്മ് അവിടെ തൈവീൽ ചെയ്യാണ്. അവി തൗബീഹി വ തസ്വീരീന. അവിടെ ഇൻകുന്തും മുസ്രിഫീൻ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഇസ്രാഫ് ഉണ്ടെന്ന് മുത്തക്കല്ലിമിനും ഉറപ്പാണ്, മുഖാത്തബിനും ഉറപ്പാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? അതൊരു മുഹാലിൻ്റെ സ്ഥാനത്തിറക്കി. അതൊക്കെ കഴിഞ്ഞു പോയ പാഠങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇസ്റാഫ് ഉണ്ടാകൽ മുഹാലാണ്. എൻ്റെ സ്ഥാനത്ത് മുത്തക്കല്ലിമി ഇറക്കുകയാണ്. ഇവിടെ ഇസ്റാഫിനെ ഒരു മുഹാലിൻ്റെ സ്ഥാനത്ത് ഇറക്കി. അഥവാ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചത്? അവിടെ ഇസ്റാഫ് ഇസ്തിഹിസാ ഉണ്ട് എന്ന് ഉറപ്പാണ്, മുത്തക്കല്ലിമിനും ഉറപ്പാണ്, മുഖാത്തബിനും ഉറപ്പാണ്. എന്നിട്ട് അവിടെ ഇന്നിനെ ഉപയോഗിച്ചല്ലോ. അത് എന്താണ്? ഇവിടെ ഇസ്റാഫ് ഉണ്ടാകൽ മുഹാലിൻ്റെ സ്ഥാനത്ത് മുത്തക്കല്ലിമ് ഇസ്റാഫിനെ ഇറക്കി.
അപ്പോൾ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ അതൊരു മുഹാല് പോലെ ആക്കിയിട്ട് പിന്നെ മുത്തക്കല്ലിം സംസാരിക്കുകയാണ്. അഥവാ ഈ മുഹാലായ ഇസ്റാഫ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു തരം തെയ്വീലാണ്. അവിടെ പിന്നെ മുത്തക്കല്ലിമിലേക്ക് ചേർത്തി നോക്കിയിട്ടോ മുഖാത്തബിലേക്ക് ചേർത്തി നോക്കിയിട്ടോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ രണ്ടു കൂട്ടർക്ക് ഉറപ്പാണ് ഇസ്റാഫ് ഉണ്ട് എന്നുള്ളത്. മുത്തക്കല്ലിമ് ഈ ഈ ഈ ഈ മജ്സൂമായ ഇസ്റാഫിനെ മുഹാലിൻ്റെ മക്കാമിൽ തെൻസീൽ ചെയ്തു. എന്നിട്ട് പിന്നെ അതിനെ എന്തിൻ്റെ മേൽ തെൻസീൽ ചെയ്തു? ഇല്ല എന്നും ഉണ്ട് എന്നും ഉറപ്പില്ലാത്തതിൻ്റെ സ്ഥാനത്ത് രണ്ടാവട്ടം തെൻസീൽ ചെയ്തു. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ എന്നാണ്. അതേപോലെ റൈബ് ഉണ്ട് എന്ന് ഈ തെഹ്ലീബിൻ്റെ വിഷയം പറയാം. തെഹ്ലീബിൻ്റെ അവിടെ തെഹ്ലീബാക്കുമ്പോൾ മുർത്താബീങ്ങളും ഗൈറു മുർത്താബീങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ മുർത്താബീങ്ങളെ മുത്തക്കല്ലിം എന്താക്കി? ഗൈറു മുർത്താബിൽ ഉൾപ്പെടുത്തി. ഗൈറു മുർത്താബിൽ ഉൾപ്പെടുത്തിയപ്പോൾ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ എല്ലാവരും ഗൈറു മുർത്താബീങ്ങളായി. മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ എല്ലാവരും ഗൈറു മുർത്താബീങ്ങളായി. അപ്പം എന്തായി? ഖത്ഇയ്യുൽ ലാ വുഖൂ ആയി. എന്നിട്ട് അതിനെ ഫർദ് ചെയ്യാണ്. അഥവാ ഇനി റൈബ് ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഇവിടെ യഥാർത്ഥത്തിൽ റൈബ് ഉണ്ട് എന്ന് മുത്തക്കല്ലിമിനും ഉറപ്പാണ്, മുഖാത്തബിനും ഉറപ്പാണ്. കാരണം ഒരു വിവാഹത്തിന് റൈബുണ്ട്. ഈ തെഹ്ലീബ് എന്ന ഇഹ്തിമാൽ എടുക്കുമ്പോഴാണ് പറയുന്നത്. തസ്വീർ മറ്റേ തൗബീഹ് എടുക്കുമ്പോൾ അവിടെ മുർത്താബീങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന അഭിപ്രായപ്രകാരമാണ്. ഇവിടെ മുർത്താബീങ്ങളും ഗൈറു മുർത്താബീങ്ങളും ഉണ്ടാകുമ്പോൾ മുത്തക്കല്ലിമ് ഈ മുർത്താബിനെ ഗൈറു മുർത്താബാക്കി മാറ്റി. ഖത്ഇയ്യുൽ ലാ വുഖൂ, റൈബില്ല എന്ന് ഉറപ്പ്. പിന്നെ അവിടെ എന്ത് ചെയ്തു? അഥവാ ഇനി റൈബ് ഉണ്ടാവുകയാണെങ്കിൽ, ഇത് മുത്തക്കല്ലിമാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ, മുഖാത്തബീങ്ങളൊന്നും അറിയില്ല. അപ്പോൾ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ എന്തായി? ഇന്നിങ്ങനെ തക്ദീർ ചെയ്യുകയാണിത്, സങ്കല്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ്? റൈബുണ്ട് എന്ന് മുത്തക്കല്ലിമിന് ഉറപ്പാണ്. ആ റൈബ് ഇല്ല എന്ന് ആക്കി തീർത്തു. ഈ ഇന്ന് വന്നതുകൊണ്ടാണിത്. ഇന്നിനെ ഉപയോഗിക്കാനുള്ളൊരു തൈവീൽ ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? റൈബ് ഉണ്ടാകൽ മുഹാലാണ്. അത് ഖത്ഇയ്യുൽ ലാ വുഖൂ ആണല്ലോ, ഒക്കെ ഗൈറു മുർത്താബാണ്. എന്ന് വെച്ചാൽ മുർത്താബീങ്ങൾ ഇല്ല. മുർത്താബീങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ, ഇല്ല എന്ന് പറയണമെങ്കിൽ എന്താവണം? മുർത്താബിങ്ങൾ ഉണ്ട്, മുർത്താബിങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് സംശയമല്ല. മുർത്താബിനെ ഗൈറു മുർത്താബാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗൈറു മുർത്താബാണ്. അപ്പോൾ റൈബില്ല എന്ന് ഉറപ്പായി. റൈബില്ല എന്ന് ഉറപ്പാകുമ്പോൾ അതിൻ്റെ മുഹാലിൻ്റെ സ്ഥാനത്തിറക്കിയിട്ട് അഥവാ ഇനി റൈബ് ഉണ്ടാവുകയാണെങ്കിൽ എന്ന് മുത്തക്കല്ലിമ് തൈവിൽ ചെയ്യുകയാണ്. അവിടെ മുഖാത്തബീങ്ങളെടുക്കൽ ഒന്നും അവർ ഒന്നും അറിയില്ല കേട്ടോ. ഇത് പഠിച്ചവർ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് മാത്രം. ഇവിടെ മുർത്താബീങ്ങളായ കുഫാരീങ്ങളുടെ ദഅവ, ഞങ്ങൾക്കിതിൽ റൈബുണ്ട്, അതുകൊണ്ട് ഇത് ഇലാഹിയായ ഗ്രന്ഥമല്ല. റൈബ് എന്ന് പറഞ്ഞാൽ ഇതില്ല, ഇലാഹിയായ ഗ്രന്ഥമാണ് എന്നതിൽ സംശയമുണ്ട്. അതുകൊണ്ട് ഇതേപോലത്തെ ഗ്രന്ഥം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അല്ലാഹു തആല വഇൻ കുന്തും ഫി റൈബിൻ എന്ന കലിമത്ത് കൊണ്ട്, ഈ കലാം കൊണ്ട് ചോദിക്കുകയാണ്. അതിനാണ് ഇവിടെ ഇന്നിനെ കൊണ്ടുവന്നതും ഇൻ കുന്തും ഫി റൈബിൻ എന്ന് ഷർത്തിയായ ജുംലനെ കൊണ്ടുവരാനുള്ള കാരണം. അവന് ജവാബുമുണ്ടല്ലോ. ഫൗത്തു ഇൻ കുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗത്തു ബി സൂറത്തിൻ. ഇവിടെ അവരുടെ വാദം എന്താണ്? ഞങ്ങൾക്ക് ഇതിൽ റൈബുണ്ട്, അതുകൊണ്ട് ഇതേപോലത്തെ ഗ്രന്ഥം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അല്ലാഹു തആല അവരോട് പറയുന്നു, എന്തു പറയുന്നു? റൈബ് മുഹാലാണ്. അതെവിടുന്ന് കിട്ടി? ഇൻ കുന്തും ഫി റൈബിൻ എന്ന ഇബാറത്ത് കൊണ്ട് കിട്ടിയതാണത്. റൈബ് മുഹാലാണ്. കാരണം ഇങ്ങനെ തൻസീൽ ചെയ്തല്ലോ, വാരിബാക്കിയിട്ട് എല്ലാം ഗൈറു മുർത്താബീങ്ങളാക്കി. അപ്പോൾ റൈബ് ഇല്ല.
ഖത്ഇയ്യുല്ലാവുക്കുവാണ്. റൈബ് തന്നെ ഇല്ലാത്തൊരു സംഗതി നിങ്ങൾ റൈബുണ്ട് എന്നും പറഞ്ഞിട്ട് ഇലാഹിയായ ഗ്രന്ഥത്തെ അല്ല ഇത് ഞങ്ങൾക്കും കൊണ്ടുവരാൻ കഴിയും എന്ന് എങ്ങനെ നിങ്ങൾ പറയും? റൈബില്ല, റൈബ് മുഹാലാണ്, അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ എന്താ? റൈബ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ കഴിയും, റൈബില്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയൂല എന്നായി. ഇനി അഥവാ റൈബ് ഉണ്ടെങ്കിൽ തന്നെ അത് സങ്കല്പിക്കുക, റൈബ് ഉണ്ടെന്ന് സങ്കല്പിക്കുക, റൈബില്ല അത് ശരി, ഈ റൈബ് ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ എന്നാലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല. ഇതാണ് ഇവിടുത്തെ ദയവയും പിന്നെ മറുപടിയും എല്ലാം. അത് ഇൻകുന്തും ഫി റൈബിൻ എന്ന ഇബാറത്ത് കൊണ്ട് കിട്ടിയതായ ആശയങ്ങളാണ്. കാരണം ഇന്നെന്തിനേ വരുള്ളൂ? ശക്കിനെ വരുള്ളൂ. ഇവിടെ ശക്കില്ല, ഉറപ്പാണ്, രണ്ടു കൂട്ടർക്കും ഉറപ്പാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഉറപ്പുള്ളോടത്ത് പിന്നെ ഇന്നുപയോഗിക്കുമ്പോൾ ഇതൊരു മഷ്കൂക്കിൻ്റെ മക്കാമിലേക്ക് ഇതിനെ തെൻസീൽ ചെയ്യണം. അതിനാണ് അതിന് ഇവർക്കൊരു വാദവുമുണ്ട്, ഞങ്ങൾക്ക് റൈബുണ്ട്, അതുകൊണ്ട് ഇത് ഇലാഹിയായ ഗ്രന്ഥമല്ല. അപ്പോൾ മറുപടി റൈബ് മുഹാലാണ്, അതുകൊണ്ട് ഇലാഹിയ ഗ്രന്ഥമാണ്, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല. ഇനി റൈബുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടും തീർന്നില്ല, ഇത് മഷ്കൂക്കായ മക്കാമിൽ ഇറക്കണമല്ലോ. ഇനി റൈബ് ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ അപ്പോൾ റൈബ് ഉണ്ടാവാം, എങ്കിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല. അപ്പോൾ എങ്ങനെ ആയാലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല എന്നായി. അത് വഇൻകുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽന എന്ന ഇബാറത്ത് കൊണ്ടാണ് ഈ ആശയങ്ങൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇൻകുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന എന്നത് ഖത്ഇയ്യുൽ ഉഖൂഇനെ ഖത്ഇയ്യുൽ ലാ ഉഖൂ ആക്കി മാറ്റിയത് മുത്തക്കല്ലിമാണ്. ആ മുത്തക്കല്ലിമ് തന്നെയാണ് രണ്ടാമത് ഇതിനെ മഷ്കൂക്കിൻ്റെ സ്ഥാനത്തേക്ക് തെൻസീൽ ചെയ്തതും. അത് തെൻസീൽ ചെയ്യൽ മാത്രം, മുഖാത്തബിന് അതിൽ എന്തില്ല, ദഖലില്ല. മുത്തക്കല്ലിമാണ് ഈ തെൻസീലുകൾ നടത്തിയത്. അപ്പോൾ ഷക്ക് മുത്തക്കല്ലിമിന് ഷക്കില്ല, പക്ഷെ മുത്തക്കല്ലിമ് ഷക്കിൻ്റെ സ്ഥാനത്തേക്ക് അതിനെ കൊണ്ടുവന്നു എന്ന് ചുരുക്കം. അസ്സലാമു അലൈക്കും. ഈ ഖാല സക്കാക്കിയു ഔലി തഅരീലി എന്ന് പറഞ്ഞത് സക്കാക്കിൻ്റെ ഖൗലായിട്ട് കൊണ്ടുവരാനുള്ള കാരണം ഷാരി പറഞ്ഞത് വലമ്മാ കാന ഫി ഹാദൽ കലാമി നൗഉ ഖഫാഇൻ വ ദുർഫിൻ നസ്ബഹു ഇല സക്കാക്കി. അവിടെ ഇപ്പോൾ ഖഫായിൻ്റെയും ദുർഫിൻ്റെയും ഒരു ഇനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ഖഫാവും ദുർഫൊക്കെ ഇപ്പോൾ അതിലുണ്ടോ? ഇനിയിപ്പോൾ അത് മാത്രമല്ല, സക്കാക്കി അല്ലാത്തവരിപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകം ഈ താരീന്നല്ലാത്ത വേറെന്തെങ്കിലും കാരണം പറഞ്ഞിട്ടുണ്ടോ? അതും കൂടെ ഒന്ന് ഉസ്താദ് വിശദീകരിക്കും. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഖാല സക്കാക്കിയു ഔലി തഅരീലി, തഅരീലിന് വേണ്ടിയിട്ടുമാണ് എന്ത്? ഇബ്റാസു ഗൈറുൽ ഹാസിലി ഫി മഅരിദിൽ ഹാസിലി, ഹാസിലിൻ്റെ മഅരിദിൽ ഗൈറു ഹാസിലിനെ വെളിവാക്കൽ. എന്നിട്ട് ഉദാഹരണം പറഞ്ഞത് ലഇൻ അശറക്ത ലയഹ്ബത്തന്ന അമലുക എന്നാണ്. ഈ പറഞ്ഞതിൽ ഇവിടെ ഹാസിലായ സംഗതിയെ പ്രയോഗിക്കുന്ന രൂപത്തിൽ വൈറ് ഹാസിലിനെ പ്രയോഗിച്ചു എന്നാണ്. അത് തഅരീദിന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ശിർക്ക് ലഇൻ അശറക്ത എന്ന ലഫ്ള് അറിയിക്കുന്നത് ഷിർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉണ്ടായതുപോലെയാണ്. മാലിയുടെ ദലാലത്ത് അതാണല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഷിർക്ക്
ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവുകയുമില്ല. 3 സമാനുകളിൽ നിന്ന് ഒരു സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശിർക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇഷ്റാഖ് നബിയിൽ നിന്ന് ഗൈർ ഹാസിലാണ്. ഗൈർ ഹാസിലായ ഇഷ്റാഖിനെ ഹാസിലിന്റെ മഅരിദലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ലഇൻ അശറക്ത, അത് തഅരീദിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ആരെ തഅരീദ് ചെയ്യാൻ? സക്കാക്കിയുടെ വിശദീകരണം ഇവിടെ ഇല്ലെങ്കിലും മുസന്നിഫ് ഇവിടെ പറഞ്ഞത് എന്താണ്? കാല സക്കാക്കിയു ഔലി തഅരീദി എന്ന് മാത്രം പറഞ്ഞു, ഉദാഹരണവും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശിർക്ക് ഉണ്ടായി, ഫർളം വ തക്ദീറൻ ഉണ്ടായി എന്ന് വെച്ചാൽ, ലഇൻ അശറക്ത എന്നത് ഇസ്തിഖ്ബാലിന്റെ മഅനയാണെങ്കിലും ലഇൻ അശറക്ത എന്നതിന്റെ മഅന ലഇൻ തുശ്രിക് എന്നാണ്. എങ്കിലും അവിടെ ഉപയോഗിച്ചത് ലഇൻ അശറക്ത എന്നായതുകൊണ്ട് ഫർളം വ തക്ദീറൻ ഉണ്ടായി എന്ന് വെക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ മഅന പറഞ്ഞത് എന്തിനാണ്? തഅരീലൻ ബിമാ സദറ അൻഹുൽ ഇശ്റാഖൂന, ഇഷ്റാഖ് ഉള്ളവരെ തഅരീദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് ഖഫാ ഉള്ളത്. എന്തുകൊണ്ട് ഇഷ്റാഖ് ഉണ്ടാകാത്തവരെയും തഅരീദ് ചെയ്തുകൂടാ? അതാണ് ഖഫാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശിർക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇഷ്റാഖ് ഉണ്ടായവരെയും, അതായത് മുശ്രിക്കീങ്ങളെയും, ഇപ്പോൾ ഇഷ്റാഖില്ല പിന്നീട് ശിർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മുസ്ലിമീങ്ങളെയും, മുസ്ലിമീങ്ങളിൽ പലരും മുർത്തദ്ദായിട്ടുണ്ടല്ലോ, അവരെയും എന്തുകൊണ്ട് തഅരീദ് ചെയ്തുകൂടാ? അതാണ് അവിടുത്തെ ഖഫാ. അപ്പൊ ഖഫാ ഉള്ളത് എന്തിലാണ്? തഅരീലം ബിമാ സദറ അൻഹുൽ ഇശ്റാഖു എന്നതിലാണ്. ഇഷ്റാഖ് ഉണ്ടായവരെ തഅരീദ് ചെയ്യാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശിർക്ക് ഉണ്ടാവുകയില്ലല്ലോ. അപ്പൊ തങ്ങളെങ്ങാനും തങ്ങളിൽ നിന്ന് ശിർക്ക് ഉണ്ടായി എന്ന് വെച്ചാൽ തങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ അത് ശിർക്ക് ഉണ്ടായവരെയും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ പോകുന്നവരെയും തഅരീദ് ചെയ്യാമല്ലോ എന്നാണ് ഖൽഖാലി ഇഷ്കാലാക്കിയിട്ടുള്ളത്. അത് പിന്നീട് വായിക്കും ഇൻഷാ അല്ലാഹ്. അതിന് ആ ഖഫായിനെ ശാരിഹ് ഇവിടെ എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. വലാ യഖഫ അന്നഹു ലാ മഅന ലിത്തഅരീദ് ബിമൻ ലം യസ്തുർ അൻഹുൽ ഇശ്റാഖു. അതിനെ ശാരിഹ് റദ്ദ് ചെയ്തിട്ടുണ്ട് ആ ഖഫായിനെ. ശിർക്ക് ഉണ്ടാകാത്തവരെ തഅരീദ് ചെയ്യുന്നതിനൊരു അർത്ഥമില്ലല്ലോ എന്നാണ് അതിന്റെ മറുപടി കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഖഫാ ഉണ്ട് എന്നത് തീർച്ചയാണ്. ഖഫായുടെ മറുപടിയും പറഞ്ഞു. പിന്നെ മറ്റൊന്ന് ളുഅഫുള്ളത്. തഅരീദിന് വേണ്ടി മാദിയിലേക്ക് എന്തിനാണ് തെറ്റുന്നത്? ലഇൻ തുശ്രിക് എന്ന് പറഞ്ഞാലും അവിടെ തഅരീദ് ഉണ്ടായിക്കൂടെ? അതാണ് അവിടെ ളുഅഫുണ്ട് എന്ന് പറഞ്ഞത്. കാരണം ലഇൻ അശറക്ത എന്നതിന്റെ മഅന ലഇൻ തുശ്രിക് ആകുമ്പോൾ, കാരണം ഇന്ന് മാദിയെ ഇസ്തിഖ്ബാലിലേക്ക് മാറ്റിമറിക്കും. അപ്പോൾ ലഇൻ അശറക്ത എന്നതിന്റെ മഅന ലഇൻ തുശ്രിക് എന്നാകുമ്പോൾ ലഇൻ അശറക്ത എന്ന് പറഞ്ഞു ആ ലഇൻ അശറക്ത എന്നത് തഅരീദിന് വേണ്ടിയിട്ടാണ് മാദിയിലേക്ക് തെറ്റിയതെങ്കിൽ ലഇൻ അശറക്ത എന്നതിന്റെ മഅന ലഇൻ തുശ്രിക് എന്നാകുമ്പോൾ ആ മഅനയുടെ ദാല് പറഞ്ഞാൽ തന്നെയും എന്തുണ്ടായിക്കൂടെ? തഅരീദ് ഉണ്ടായിക്കൂടെ എന്നാണ് അവിടുത്തെ ളുഅഫ്. കാരണം ലഇൻ അശറക്ത ലഇൻ തുശ്രിക് എന്നതിൽ നിന്ന് ലഇൻ അശറക്ത എന്നതിലേക്ക് അദില് ചെയ്തത് തഅരീദിന് വേണ്ടിയിട്ടാണ്.
അതായത് ഇബ്റാസ് വൈറുൽ ഹാസിലി ഫീ മഅരിദിൽ ഹാസിലി, ഇവിടെ ഹാസിലിന്റെ സ്ഥാനത്ത് ഉപയോഗിച്ചത് തഅരീദിന് വേണ്ടിയിട്ടാണ്. അതെ, ഈ ലഇൻ അശർക്കത്തിന്റെ മഅന എന്താണ്? ലഇൻ തുശ്രിക് ആണ്. ആ മഅന ലഇൻ തുശ്രിക്കാകുമ്പോൾ ആ മഅനയുടെ ദാലായ ലഇൻ തുശ്രിക്, ലഇൻ അശറക്കത്തിന്റെ മഅന ലഇൻ തുശ്രിക് ആണെങ്കിൽ ആ ലഇൻ തുശ്രിക് എന്ന മദുലൂലിന്റെ ദാലായ ലഇൻ തുശ്രിക് തന്നെ പ്രയോഗിച്ചാൽ, പറഞ്ഞത് മനസ്സിലായില്ലേ? ലഇൻ അശറക്കത്തിന്റെ മഅന എന്താണ്? ലഇൻ തുശ്രിക് എന്നാണ്. അപ്പോൾ ലഇൻ തുശ്രിക് എന്ന മഅനയുടെ ദാലായ ലഫ്ദ് ലഇൻ തുശ്രിക് തന്നെ പ്രയോഗിച്ചാലും ആ തഅരീദ് വന്നുകൂടെ എന്നാണ് ഇവിടെ ളുഅഫുള്ളത്. അപ്പോൾ ആ ളുഅഫിനെയും ശാരിഹ് ഖണ്ഡിച്ചിട്ടുണ്ട്. എന്താണ്? എവിടെയാണ്? അത് കിതാബിൽ പറഞ്ഞല്ലോ. വഅന്ന ദിക്റൽ മുളാരി ലാ യുഫീദു തഅരീദ ലികൗനിഹി അലാ അസ്ലിഹി. ലഇൻ തുശ്രിക് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ചോദ്യമില്ല. മാളിയിലേക്ക് തെറ്റിയത് എന്തിന്? തഅരീദിന് വേണ്ടിയിട്ടാണ് എന്നാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖഫാവും ഉണ്ട് ളുഅഫും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അതിന് മറുപടിയും ശാരിഹ് പറഞ്ഞു. ഇനി മുസന്നിഫ് അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ മുസന്നിഫിന്റെ അടുക്കൽ ലഇൻ അശർക്ത എന്നത് മാളിയിലേക്ക് എന്തിന് തെറ്റി എന്നതാണ്. അതിന് പലരും പല കാരണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാരണം നമുക്ക് പറയാം, കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ടത്. മാളിയിലേക്ക് തെറ്റിയത് തഅരീദിന് വേണ്ടിയിട്ടല്ല. ഇവിടെ ലഇൻ അശർക്ത എന്ന് പറഞ്ഞത് ഒരു ഖസമും ഉണ്ട്, അവിടെ ഷർത്തും ഉണ്ട്. ലഇൻ എന്ന ലാമ് അവിടെ ഖസമിനെ കളഞ്ഞു പോയിട്ടുണ്ട്. വല്ലാഹി ഇൻ അശറക്ത ലയഹ്ബത്തന്ന അമലുക എന്നാണ്. ഖസമും ഷർത്തും ഒരുമിച്ച് കൂടുമ്പോൾ ആരാണ് മുന്നിലുള്ളത്? അവരുടെ ജവാബിനെയാണ് കലാമിൽ പറയുക. അത് അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. വഹിദിഫ് ലദജിത്തി മാഇ ശർത്തിൻ വഖസം ജവാബ മാ അഖർത ഫഹുവ മുൽതസം. ഷർത്തും ഖസമും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നീ രണ്ടിന്റെയും ജവാബിനെ പറയണ്ട. ഷർത്തിനും ജവാബ് വേണം, ഖസമിനും ജവാബ് വേണം. ഇങ്ങനെ വരുന്ന സമയത്ത് വഹിദിഫിൽ ലദജിത്തി മാഇ ശർത്തിൻ വഖസം ജവാബ മാ അഖർത ഫഹുവ മുൽതസം. ഏതിനെയാണോ നീ തഅഖീർ ചെയ്തതെങ്കിൽ ആ തഅഖീർ ചെയ്യപ്പെട്ട, അത് ഷർത്താണെങ്കിൽ ഷർത്ത്, ഖസമാണെങ്കിൽ ഖസബ്, ആ പിന്തിച്ച ഒന്നിന്റെ ജവാബിനെ നീ കളഞ്ഞോ ഫഹുവ മുൽതസം, കളയൽ നിർബന്ധമാണതാനും. അപ്പോൾ ഇവിടെ ലഇൻ അശർക്ത ലയഹ്ബത്തന്ന എന്ന് പറയുന്ന സമയത്ത് ഈ ലയഹ്ബത്തന്ന അമലുക എന്ന് പറഞ്ഞത് അതിന് ശേഷവും ഉണ്ട് ജവാബ്. ലതകൂനൻ ലഇൻ അശർക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ട് ജവാബ് പറഞ്ഞു. ഒരു ജവാബിനെ മറ്റേ ജവാബുമ്മൽ അത്ഫാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ അതൊരു ജവാബാണ്. അതായത് എന്ത് മുസബ്ബബിനെ സബബിന്റെ മേൽ അത്ഫ് ചെയ്തതാ. അമല് പൊളിയുമ്പോൾ ഈ അവരെ നിങ്ങൾ ആരാവും? അതുകൊണ്ട് ഖുസ്റാൻ നേരിട്ടു. അമല് പൊളിഞ്ഞ കാരണം കൊണ്ട് ഖുസ്റാൻ സംഭവിച്ചു. അപ്പോൾ അമല് പൊളിയുന്നതിന്റെ അമല് പരാജയപ്പെടാനുള്ള കാരണമാണ് ലയഹ്ബത്തന്ന അമലുക. അപ്പോ മുസബ്ബബിന് സബബിന്റെ മേൽ അത്ഫാണ്. എന്നിട്ട് ആ മഅ്തൂഫും മഅ്തൂഫ് അലൈഹിം കൂടിയ ജവാബ്
ലഇൻ അശറക്ത എന്നുള്ള കസമിന്റെ ജവാബാണ്. ആ കസമും ജവാബും കൂടിയ ഒന്നായിട്ടുള്ള ജുംല വലഖദ് ഊഹിയ എന്ന കസമിന്റെ ജവാബാണ്. അത് അവിടുത്തെ വിശദീകരണം പറഞ്ഞു എന്ന് മാത്രം. ലഖദ് ഊഹിയ മുതൽ തുടങ്ങുന്നുണ്ടല്ലോ ആയത്ത്. അവിടെ ഒരു കസമുണ്ട്. ലഇൻ അശറക്ത അവിടെ ഒരു കസമുണ്ട്. ലഇൻ അശറക്ത എന്നുള്ളത് ഷർത്തുമുണ്ട്. അവിടെയാണ് നമ്മളെ വിഷയം. ഇവിടെ ലഇൻ അശറക്ത എന്നുള്ളിടത്ത് ഷർത്തും ജവാബും ഒരുമിച്ച് കൂടിയപ്പോൾ ഷർത്തിന്റെ ജവാബിനെ കളഞ്ഞു. ഷർത്തിന്റെ ജവാബിനെ കളഞ്ഞപ്പോൾ സൂസനി പറയുന്നു. എന്താണ് സൂസനി പറയുന്നത്? ഇവിടെ അന്നൽ ബിശ്ശർത്തി ഫിൽ ആയത്തി മാലിയൻ ലൈസ സബബുഹു അത്തഅരീദ. ഇവിടെ ആയത്തില് ഷർത്തിനെ മാലിയായ ഫീലായിട്ട് കൊണ്ടുവരാനുള്ള കാരണം ലൈസ സബബുഹു അത്തഅരീദ, അതിന്റെ സബബ് തഅരീദല്ല. അപ്പൊ നേരത്തെ പറഞ്ഞത് പിന്നെ മുസന്നിഫ് മറുപടി പറഞ്ഞല്ലോ, അല്ല ഷാരിഹ് മറുപടി പറഞ്ഞല്ലോ. എന്ത് മുളാരീനെ പറഞ്ഞാൽ തഅരീദിനെ ഫായിദ വെപ്പിക്കൂല, മാലിയെ പറഞ്ഞാലേ തഅരീദ് ഉണ്ടാവുള്ളൂ. അത് ആ ളുഅഫിനെ ദഫഇ ചെയ്തതാ. മുളാരിനെ പറഞ്ഞാലും തഅരീദ് ഉണ്ടായിക്കൂടെ? അപ്പൊ മുളാരിനെ പറഞ്ഞാലും എന്തുണ്ടാവും? തഅരീദ് ഉണ്ടാകും എന്നാണ് ഒരു കൂട്ടരുടെ വാദം. അതുകൊണ്ട് മാലിയിലേക്ക് തെറ്റേണ്ടതില്ല. പിന്നെ മാലിയിലേക്ക് എന്തിന് തെറ്റി? അത് ചിലർ പറയുന്നത് ഇവിടെ തെറ്റാനുള്ള കാരണം ഇതിന്റെ സബബ്, മാലിയിലേക്ക് തെറ്റാനുള്ള സബബ് എന്തല്ല, അത് തഅരീദല്ല. പിന്നെന്താണ്? ബൽ സബബുഹു അന്ന ജുംലത്തൽ ജവാബി, ജവാബ് എന്ന ജുംല, ജവാബിന്റെ ജുംല ജവാബുല്ലി കസബിൻ മുഖദ്ദരി, കസമിൻ മുഖദ്ദരി, മുഖദ്ദറായ കസമിന്റെ ജവാബാണ് ല യഹ്ബത്തന്ന അമലുക്ക എന്ന് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞതും വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞതും അത് ബി ദലീലി ദുഖൂലി ലാമി അലൈഹ, ആ ഇന്നിൻ ലഇൻ എന്ന ലാമ് അതിന്റെ മേൽ ലാമ് കടന്നു എന്ന ദലീല് കൊണ്ട്. അതെന്തുകൊണ്ട്? ലി തഖദ്ദുമിഹി അലാ അദാത്തി ഷർത്തി, ഈ ലാമ് ഷർത്തിന്റെ അദാത്തിനേക്കാൾ മുന്തി. ജവാബു ഷർത്തി മഹദൂഫുൻ, ഷർത്തിന്റെ ജവാബ് മഹദൂഫാണ്. അത് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞല്ലോ. എന്ത്? വഹിദിഫുൽ ദജിത്തി മാഇ ഷർത്തിൻ വഖസം ജവാബ മാ അഖർത ഫഹുവ മുൽതസം. അങ്ങനെ വന്നപ്പോൾ ലയഹബത്തന്ന എന്ന് കസമിന്റെ ജവാബ് അല്ല എന്ന്, അല്ല ഷർത്തിന്റെ ജവാബ് അല്ല എന്നതിന് ആ ലയഹബത്തന്ന അമലുക്ക എന്ന കലിമത്ത് തന്നെ, ആ ജവാബ് തന്നെ അതൊരു തെളിവാണ്. കാരണം അത് സക്കീലാന്റെ നൂന് കടന്നു. സക്കീലാന്റെ നൂന് മുസ്ബത്തായ മുളാരിയിൽ കടന്നാൽ അത് ആരുടെ ജവാബാകാൻ പറ്റൂല? ഷർത്തിന്റെ ജവാബാകാൻ പറ്റുകയുമില്ല. അപ്പൊ ഷർത്തിന്റെ ജവാബല്ല. അൽഫയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ലിൽഫീലി തൗകീദും ബിനൂനൈനി ഹുമാ കനൂന ഇദ്ഹാബൻ വഖസീദൻ ഹുമാ യുഅക്കിദാനി ഫഅൽ വയഫഅൽ ആതിയാ ذا طالب أو شرط ما താലിയാ. പിന്നെ അതെ ഔ മുസ്ബത്തൻ ഫീ ഖസമിൻ മുസ്തഖ്ബിലാ വകല്ല ബഅദ മാ വലം വബഅദലാ. ബൈത്തിൽ തെറ്റുണ്ടോ എന്നറിയില്ല, ഞാൻ ഇങ്ങനെ ഓർമ്മക്ക് ചൊല്ലിയതാണ് അല്ലേ. അപ്പൊ യുഅക്കിദാനി ഫഅൽ വയഫഅൽ ആതിയ, യഫ്അൽ എന്ന ഫീലിനെ തൈക്കീദ് ചെയ്ത് ആ തലബിൻ, ആ യഫ്അൽ തന്നെ തലബുടേതായ നിലയിൽ ഔ ഷർത്തിൻ അലി ഷർത്തുടേതായ നിലയിൽ. എങ്ങനത്തെ ഷർത്ത്? ഇമ്മാ താലിയൻ, ഇമ്മയോടടുക്കണം എന്ന. ഔ മുസ്ബത്തൻ ഫീ ഖസമിൻ മുസ്തഖ്ബില, ഉണ്ടോ? അല്ലെങ്കിൽ ആ യഫ്അൽ തന്നെ മുസ്ബത്തായിട്ട് വരണം കസമില്.
ഇവിടെ മുസബത്തായിട്ട് വന്നതുകൊണ്ട് കസമിന്റെ ജവാബാണെന്ന് കെലിമത്ത് തന്നെ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ ഷർത്തിന്റെ ജവാബിനെ കളഞ്ഞതുകൊണ്ട് ദസൂക്കയിൽ പറയുന്നുണ്ട് സൂസനിയുടെ അഭിപ്രായം അമ്രു അദാത്തി ഷർത്തി, ഷർത്തിന്റെ അദാത്തിന്റെ കാര്യം ദുർബലമായി, അപ്പോൾ അതിന് അമല് നഷ്ടപ്പെട്ടു പോയി. ജസ്മ് ചെയ്യാനുള്ള അമല് മഅന അവിടെ ആദർശത്തിൽ പ്രശ്നമില്ല, അതിന്റെ ജസ്മ് ചെയ്യാനുള്ള അമല് നഷ്ടപ്പെട്ടു പോയി. അതെന്തുകൊണ്ട് തഖദ്ദുമിൽ ഖസമി, ഖസമു മുന്തതിന് വേണ്ടി വജഇലിൽ ജവാബി ലഹു, ഫളഉഫ അംറു അദാത്തി ഷർത്തി, ഷർത്തിന്റെ അദാത്തിന്റെ കാര്യം ലഈഫായി, ജവാബിനെ ആക്കിയതിന് വേണ്ടിയും ലഹു ആർക്ക് ഖസമിനിക്ക്. ഫലം തസ്തത്തി അൻ തഅമല ഫീ ലഫ്ദിൽ മുദാരി, മുദാരിഇന്റെ ലഫ്ദിൽ അമൽ ചെയ്യാൻ സാധിക്കാതെ വന്നു. ഫഉതിയ ലഹാ ബിഫിഇലി ഷർത്തിൻ മാദിൻ, ഷർത്തിന്റെ മാദിയായ ഫീലിനെ കൊടുത്തു. ഹത്താ ലാ യൽഹറ ലഹ അസറു അമലിൻ, അമല് ലാഹിറാകാതിരിക്കാൻ വേണ്ടി മുലാരിയായ ഫീല് കൊടുത്താൽ ലഇൻ അശറക്ത എന്ന് ലഇൻ തുശ്രിക് കൊടുത്താൽ അമല് ചെയ്യാനുള്ള അർഹത ഷർത്തിന്റെ അദാത്തിന് നഷ്ടപ്പെട്ടു പോയി. ഇത് എല്ലാവരുടെയും തീരുമാനമാണ്. അതുകൊണ്ടാണ് മാദിയിലേക്ക് തെറ്റിയത്. ജസ്മ് ചെയ്യാനുള്ള അർഹത ആർക്ക് നഷ്ടപ്പെട്ടു? ഇന്നഹവാത്തില് ലൈത്ത അല്ലാത്തയില് മാ കടന്നാൽ അമല് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഇസ്മിനിക്ക് റഫ് ചെയ്താൽ മതി, മുബത്തദയാക്കിയാൽ മതി. ഇവിടെ മുലാരിയാ ഫീലാകുമ്പോൾ പിന്നെ ജസ്മ് ചെയ്യാനുള്ള അർഹത നഷ്ടപ്പെട്ടപ്പോൾ അതിന് മാദിയായ ഫീലിനെ കൊടുത്തതാണ്. മാദിയായ ഫീലിനെ കൊടുക്കുമ്പോൾ അമല് ലാഹിറാകുകയില്ലല്ലോ, മഹല്ലിലല്ലേ അമലുണ്ടാവുള്ളൂ. എന്നിട്ട് പറയുന്നു ഹാസിലുഹു അന്നൽ ഉദൂലാനിൽ മുലാരിയിലൽ മാദി, മുലാരിയിൽ നിന്ന് മാദിയിലേക്ക് തെറ്റിയത് ലൈസലി തഅരീദി, അത് തഅരീദിന് വേണ്ടിയിട്ടല്ല, ബല്ലിൽ ഉർഫി അദാത്തി ഷർത്തി, ഷർത്തിന്റെ അദാത്ത് ലഈഫായതിന് വേണ്ടിയിട്ടാണ്. അതായത് മുലാരിയിൽ അമല് ചെയ്യാനുള്ള അർഹത ജവാബ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഷർത്തിന്റെ അദാത്തിലേക്ക് അമല് ചെയ്യാനുള്ള അർഹത നഷ്ടപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. വല്ലാഹു അഅലം. അതിന് പകരമായി മാദിയെ കൊടുത്തതാണ്. എന്ന അമല് ചെയ്യണ്ടല്ലോ, ലാഹിറായ അമല് ജസ്മ് ചെയ്യുക എന്നുള്ള അമല് മാദിയാ ഫീലിൽ ഉണ്ടാകൂല, അതിനു വേണ്ടിയാണ് കൊടുത്തത് എന്നാണ് ഒരു കാരണം. ഇനി മുസന്നിഫ് അത് സക്കാക്കിയുടെ വാദം സമ്മതിക്കുന്നില്ല എങ്കിൽ തന്നെ, തഅരീദിനാണ് എന്നുള്ള വാദം സമ്മതിക്കുന്നില്ല എങ്കിൽ തന്നെ ലഇൻ അശറക്ത എന്നതിനെ തഅരീദിനാണെന്ന് വെക്കുമ്പോൾ ശിർക്കുള്ളവരെ തഅരീദ് ചെയ്യാനാണെന്ന് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഖിത്താബ് ആരോടായി? മുശ്രിക്കീങ്ങളോടായി അല്ലേ? അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എന്നുണ്ടാവുകയില്ല, ശിർക്കുണ്ടാവുകയില്ലല്ലോ. അപ്പൊ തഅരീദാണ് എന്ന് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ തഅരീദ് മുശ്രിക്കീങ്ങളോടായി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ഖിത്താബെങ്കിലും മറ്റവരെ തഅരീദ് ചെയ്യാൻ വേണ്ടിയാകുമ്പോൾ അവിടെ പിന്നെ ജസ്മിന്റെ സ്ഥാനത്ത് മക്കാമിൽ ഇങ്ങനെ ഉപയോഗിച്ചതിൽ ഉൾപ്പെടുത്താം. തഅരീദിനാണ് എന്ന വാദം ആര് സമ്മതിക്കുന്നില്ല? മുസന്നിഫ് സമ്മതിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഇൻകുന്തും മുസ്രിഫീൻ എന്ന് പറഞ്ഞോടത്ത് ഉള്ളതുപോലെ അവിടെ മാദിയാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. വഇൻകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ എന്നോടത്ത് ഉള്ളതുപോലെ ജസ്മിന്റെ മക്കാമിൽ ഇന്നിനെ ഉപയോഗിച്ചു. എന്തിനു വേണ്ടി? തൗബീഖിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ഇവിടെയും എന്താക്കാം? ലഇൻ അശറക്ത എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ ഖിതാബ് ആരോടാണ്? മുശ്രിക്കീങ്ങളോടാണ്, ശിർക്ക് ചെയ്തവരോടാണ്.
അവരെ തൗബീഖ് ചെയ്യാൻ വേണ്ടി ജസ്മിന്റെ മക്കാമിൽ ഉപയോഗിച്ചു. അപ്പോൾ എന്താക്കേണ്ടി വരും? ഇല ഇൻ അശർക്കിത്ത, തങ്ങൾ ശിർക്ക് ചെയ്താൽ എന്ന് വെച്ചാൽ നിങ്ങൾ ശിർക്ക് ചെയ്താൽ എന്നാണ് അതിന്റെ ഹാസിൽ മഅന. അവിടെ അങ്ങനെ സങ്കല്പിക്കണം, ശിർക്ക് ഇവിടെ ജസ്മിന്റെ മക്കാമിൽ ഉപയോഗിച്ചു, അവിടെ തഅ്വീൽ ചെയ്യണം. ശിർക്ക് ഉണ്ടാകേണ്ടതായ, ശിർക്ക് ഇല്ലാതിരിക്കേണ്ട ആയാത്ത് അതില്ലത്തുകൾ ഉണ്ട്. അതുകൊണ്ട് ശിർക്ക് ഉണ്ടാവൽ മുഹാലിന്റെ മക്കാമിലാണ്. ഇനി അഥവാ ശിർക്ക് ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അപ്പൊ ശിർക്ക് ഉണ്ടാകൽ മുഹാലായി. അപ്പൊ എന്തായി? ശിർക്ക് ഉണ്ടാകുമ്പോൾ മുഹാലാകുമ്പോൾ ശിർക്ക് ഉണ്ടാകൽ മുഹാല് പോലെയായി. കാരണം ആയാത്തുകളിലേക്കും അതില്ലത്തുകളിലേക്കും നെളറ് ചെയ്താൽ ഒരാളിൽ നിന്നും ശിർക്ക് ഉണ്ടാകാൻ പാടില്ല, അത് മുഹാലിന്റെ സ്ഥാനത്തായി. അപ്പോൾ ഖത്ഇയുൽ ഉഖൂഇലെ ഖത്ഇയുൽ ലാ ഉഖൂ ആക്കി മാറ്റിയിട്ട് അഥവാ ഇനി ശിർക്ക് ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ എന്ന് പിന്നെ അദമുൽ ഖത്ഇയ് ബില്ലാ ഉഖൂ ഔ ബില്ലാ ഉഖൂ ഔ ബിൽ ഉഖൂ, ഉണ്ട് ഇല്ല എന്ന് ഉറപ്പില്ലാത്തതിന് സ്ഥാനത്ത് പിന്നീട് ഇറക്കിയിട്ട് ഇന്നിനെ ഉപയോഗിച്ചു. അപ്പൊ ജസ്മിന്റെ മക്കാമിൽ ഉപയോഗിക്കുമ്പോൾ മാളിയെ ഉപയോഗിക്കാമല്ലോ. അത് ഇങ്കുന്നും ഫീ റൈബിൻ മിമ്മാ നസൽന എന്നതിൽ നിന്നും ഇങ്കുന്നും മുസ്രിഫീൻ, അവിടെയൊക്കെ മാളിയാണ് ഉപയോഗിച്ചത്. ജസ്മിന്റെ മക്കാമിൽ തൗബീഖിന് വേണ്ടി ഉപയോഗിച്ചു കൊടുത്ത്. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. യുഅക്കിദാനി ഫഅൽ വയഫഅൽ ആതിയ ദാ ത്വാലബിൻ ഔ ശർത്തൻ ഇമ്മാ താലിയ. ഔ ശർത്തൻ എന്നാണ് വായിക്കേണ്ടത്. ഞാൻ നേരത്തെ ഔ ശർത്തിൻ എന്ന് വായിച്ചു പോയിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. ഔ ശർത്തൻ എന്ന് വായിക്കണം. യുഅക്കിദാനി ഫഅൽ വയഫഅൽ ആതിയ ദാ ത്വാലബിൻ ഔ ശർത്തൻ ഇമ്മാ താലിയ ഔ മുസ്ബത്തൻ ഫീ ഖാസമിൻ മുസ്തഖ്മില വഖല്ല ബഅദ മാ വലം വ ബഅദല. അത് ചൊല്ലിയത് ലയഹബത്തന്ന അമലുക്ക എന്നുള്ളത് സക്കീലാന നൂന് കടന്നപ്പോൾ അത് ഖസമിൻ്റെ ജവാബാണ്, ഷർത്തിൻ്റെ ജവാബല്ല എന്നത് ആ ജവാബിൽ തന്നെ അതിനുള്ള അടയാളമുണ്ട് എന്ന് പറയാൻ ചൊല്ലിയതാണ്. അപ്പോൾ ഔ ഷർത്തൻ എന്നാണ് ചൊല്ലേണ്ടത്. അത് ഈ ജവാബിൻ്റെ കൂടെ കൂട്ടേണ്ടതാണ്. ജവാബിൽ നമ്മൾ മറുപടി പറഞ്ഞല്ലോ, അതിൽ ഔ ഷർത്തിൻ എന്ന് ചൊല്ലിപ്പോയിട്ടുണ്ട്. ഔ ഷർത്തിൻ എന്നല്ല, ഔ ഷർത്തൻ എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ എന്താവുന്ന അർത്ഥം? യുഅക്കിദാനി, ഖഫീഫാൻ്റെ സക്കീലാണ് രണ്ട് നൂനുകൾ തൈക്കീദ് ചെയ്യും. ഇഫ്അൽ, ഇഫ്അൽ എന്ന ഫീലിനും യഫ്അൽ എന്ന ഫീലിനെയും തൈക്കീദ് ചെയ്യും. ആത്തിയൻ, ആ യഫ്അൽ തന്നെ വരുന്നതായ നിലയിൽ, ദാ ത്വലബിൻ തലബുടേതായ നിലയിൽ. ഔ ഷർത്തൻ, അലി ഷർത്തായിട്ട് വരിക. എങ്ങനത്തെ ഷർത്ത്? താലിയൻ, ഇമ്മയോടടുത്തത്. ഇമ്മാ തറയിന്ന എന്നൊക്കെ പറഞ്ഞല്ലോ, സഞ്ചാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമ്മാ തറയിന്ന അസ്ലുഹു തർഅയീന. ഔ മുസ്ബത്തൻ, അല്ലെങ്കിൽ ആ യഫ്അലു തന്നെ മുസ്ബത്തായ നിലയിൽ വരിക. ഫീ ഖസമിൻ, ഖസമിലായ നിലയിൽ, മുസ്തഖ്ബിലായ മുസ്ബത്ത്. ലയഹബത്തൻ അമലുക്ക മുസ്തഖ്ബിലാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചൊല്ലേണ്ടത് ഔ ഷർത്തൻ